വലതുകാല് വെച്ച് അകത്തേക്ക് കേറിക്കോളൂ. ശിവ ശിവ, മീനാക്ഷി മരിച്ചിട്ട് 16 കഴിഞ്ഞില്ല. അതിനു മുമ്പ് ഇവനിത് വേണ്ടായിരുന്നു. തൂങ്ങിയ കയറ് പോലും മാവിന്ന് മാറ്റിയിട്ടില്ല. ഇവളെ കെട്ടിയെടുക്കാനായിട്ട് മീനാക്ഷി അടിച്ചു തൂക്കിയെന്നാ പറയണത്. കരികാല വൈഭവം അല്ലാണ്ട് എന്താ പറയാ? എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. കാരണം ഞാൻ പറയണു, ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അച്ഛനറിയില്ല അല്ലേ? അച്ഛന് കേൾക്കണമായിരിക്കും. എന്റെ അമ്മയെ കൊന്ന ഈ സ്ത്രീയെ ഞാൻ ഇളയമെന്ന് വിളിക്കുന്നത്. എന്ത് പറഞ്ഞ? ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരൂ. ഇത് ഇവിടുന്ന് കുറെ പോണം. പുറത്തിറങ്ങി നേരെ പോയാലും മല കാണും. അത് കയറി ഇറങ്ങണം. ഏകദേശം 1 മണിക്കൂർ നടക്കണം. വണ്ടിയൊന്നും കിട്ടൂല. തേയിലെടുക്കാൻ പോകുന്ന വല്ല ലോറിയും കിട്ടിയാലായി. മിക്കവാറും എല്ലാം പോയി കാണും. കാട്ടിയില്ല, കാട്ടാൻ പോകുന്നേ ഉള്ളൂ. കാലയിൽ കൊട്ടും വടിയും എടുത്ത് കല്യാണം കളവാണെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പോകും. സായങ്കാലം ആവുമ്പോ മൂക്കറ്റം കുടിച്ചിട്ട് തിത്തായി ചെയ്യുന്നു പറഞ്ഞോണ്ട് ഇങ്ങോട്ട് കയറി വരും. വീട്ടിലെ പ്രായപൂർത്തിയായ ഒന്ന് പതക്കപ്പെട. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പുരുഷനല്ലേ, കയ്യിൽ വായിക്കുന്നവനുമല്ലേ. ആളുകൾ കേട്ടാ മാനം കപ്പലേറിടും. എന്തോ മാനം കപ്പലേറിടാൻ? രാത്രി കൊഴ കൊഴാന്ന് കേറി വരുമ്പം இந்த ஊர்ல இருக்கிறவங்க எல்லாம் செவிடா. എടി, എന്നെ ആരും കുറ്റം சொல்ல மாட்டோம். തന്നെത്താൻ കുറ്റം சொல்லுவான். വായിലെ വാർത്ത വരുന്നു, ഏതാ ചൊല്ല പോറേൻ. ചൊല്ലും. എവിടെ? അവള് ചെമ്മണ്ണിന്റെ പറയിൽ പാല് വാങ്ങിക്കാൻ പോയിരിക്കുക. സംഗതി അറിഞ്ഞോ? ആ, നമ്മുടെ കുതിരക്കാരൻ ജമ്പുലിംഗത്തിന്റെ ശവം പുഴക്കരയിൽ അടിഞ്ഞിരിക്കുന്നു. എന്റെ ഭഗവതി, ചതിച്ചോ? അവൻ കടം വാങ്ങിയ വകയിൽ 50 രൂപ എനിക്ക് ബാക്കി തരാനുണ്ട്. ഏത് പരമദ്രോഹിയാ ഈ പണി ചെയ്തത്? തമ്പുരാൻകുട്ടി അല്ലാണ്ടാരാ? അത് എല്ലാവർക്കും അറിയാം. പക്ഷെ ആർക്കാ ചോദിക്കാൻ ധൈര്യം? ഈ കരയിൽ ചട്ടം നടത്താൻ വരുന്ന ആകെ 2 പോലീസുകാരാ. അതും മാസത്തിലൊരിക്കൽ. തിരിച്ചു പോകുമ്പോ തമ്പുരാൻകുട്ടിയുടെ സമ്മാനങ്ങൾ വാങ്ങി ആ മല കയറി പോകുന്നത് കാണാം. പിന്നെ പഞ്ചായത്തിന് ചോദിച്ച തെളിവ് എവിടെന്നാണ് അവരുടെ ചോദ്യം. തെളിവുണ്ടോ? അമ്മയും പെങ്ങളും ഉള്ളവർക്ക് ഇവരെ ജീവിക്കട്ടെ എന്നില്ല. തമ്പുരാൻകുട്ടിക്ക് പെണ്ണുങ്ങളെ പിടിച്ചാൽ ഒന്ന് കണ്ണടച്ചോണം. അത്രേ വേണ്ടു തമ്പുരാൻകുട്ടിക്ക്. ഭർത്തലുള്ളവരില്ലേ ഇവിടെ ചോദിക്കാൻ? കണ്ണാ, നീ വെറുതെ ഒച്ച വെക്കാതെ. ജമ്പുലിംഗു ആണായിരുന്നു. അവന്റെ പെങ്ങളെ തമ്പുരാൻകുട്ടിയാണ് പിഴപ്പിച്ചതെന്നും അവളെ തമ്പുരാൻകുട്ടി കെട്ടിയില്ലെങ്കിൽ തമ്പുരാൻകുട്ടിയുടെ കുടലെ അവന്റെ പിച്ചാത്തിപ്പിടിയിൽ ഇരിക്കുമെന്നൊക്കെ എന്നല്ല അവൻ ചന്തയിൽ പറഞ്ഞത്. ഇപ്പൊ എങ്ങനുണ്ട്? ഒരു തമ്പുരാൻകുട്ടിയെ തമ്പുരാൻകുട്ടി എന്താ കണ്ണ കാര്യം അറിയാൻ സംസാരിക്കുന്നത്? അവന്റെ പെങ്ങളെ ആരോ പിഴപ്പിച്ചു. ഞാൻ അറിയാത്ത കാര്യമാണ്. എന്നിട്ട് കള്ളടിച്ചിട്ട് എന്നെ കൊല്ലുമെന്ന് നാടുകളെ പറഞ്ഞു നടന്നു. രാത്രി കടത്തി കിടന്നപ്പം പുഴയിൽ വീണാണ്. കള്ളല്ലേ, നീന്താൻ പറ്റി കാണില്ല, മരിച്ചു. ഇതാണ് സത്യം. നിനക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ വാ കാണിച്ചു തരാം. ഇപ്പൊ വിശ്വാസമായടാ. തമ്പുരാൻകുട്ടിക്കെതിരെ തിരിയുന്നതിന്റെ എല്ലാം ഗതി ഇതായിരിക്കും. ഈ നാട്ടിൽ നട്ടലുള്ള ഒരേ ഒരാണ് ഞാനേ ഉള്ളടാ, തമ്പുരാൻകുട്ടി. മനസ്സിലായോ? ഇനി നീ പോയിക്കോ.
പിന്നെന്താ കുയിലെ കുയിലിന്റെ പേര്? പേര് പറയണ്ട. അപ്പൊ പിന്നെ എങ്ങനെയാ? എന്തോന്ന് പിന്നെ എങ്ങനെ? അല്ല, നമ്മൾ തമ്മിൽ ഒരു 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 ഇത്. ഏത്? ചേടാ, ഇതിപ്പോ വിഷമിക്കുമല്ലോ. വല്ല പുലിയെന്നോ പൂച്ചയെന്നോ വിളിച്ചോട്ടെ. സ്വഭാവം എനിക്ക് പറയാ ശരിയും തോന്നുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് ഇതാ ഈ അഡ്രസ് ഒന്ന് അറിയണം. ഇത്രേ ഉള്ളോ? ആ, ഇവിടുന്ന് നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞാൽ ഒരു വലിയ ആൽമരം കാണും. അവിടുന്ന് വലത്തോട്ട് പോയാൽ ഒരു ചായക്കട കാണും. അവിടെ ഇരുന്നാ മതി. ഇരുന്നാൽ 1 മണിക്കൂർ കഴിയുമ്പോ തപാൽ ശിവായി വരും. അയാളോട് ചോദിച്ചാൽ പറഞ്ഞു തരും. എന്റെ പണി ഇതല്ല. ഒരു ചായ. തപാൽ ശിവായി ഇവിടെ വരുമോ? കുറച്ചു നേരം കൂടി കഴിയും. ആരേ 3 ചായ. രണ്ട് ചായ മതി നേരെ. നിങ്ങൾക്ക് ഞാൻ വേറെ തരാം. കൊച്ചു പയ്യൻ ചിപ്പു ആരാണെന്ന് നിനക്കറിയും? നേരെ ഒന്ന് പറഞ്ഞു കൊടുത്തേരേ. ഓ, കൊടുത്തേക്കാമേ. അവന്റെ ഒരു വേഷം കണ്ടിട്ട് ഒരു സായിപ്പൂട്ടി. എടാ മണിയെ കണ്ടു, വാടാ പോവാം. ഇനി ഏതാ? കുറച്ച് വടക്കുള്ളതാ. പേര് ശ്യാം. ഈ പോയ വിത്തിന്റെ അളിയൻ ഒരു വലിയ വിത്തുണ്ട്, തമ്പുരാൻകുട്ടി. വല്ലാത്തവനാ. അവന്റെ പേരിലാ ഇവന് ഈ കളി കളിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു എല്ലു പോലും ബാക്കി കാണില്ലായിരുന്നു. അതാ കയ്യിലിരിപ്പ്. നായെ പേടിക്കണം, നായ്ക്കാറ്റത്തെയും പേടിക്കണമെന്ന സ്ഥിതിയാ. അതുപോട്ടെ, കുഞ്ഞെന്താ ഇവിടെ? എനിക്കൊരു അമ്മാവനുണ്ട്, ശങ്കുണ്ണി എന്നാ പേര്. തേയിലയ്ക്ക് കണക്കെഴുതുന്ന പണിയാ. അറിയോ? ശങ്കുണ്ണിയുടെ ആരാണെന്ന് പറഞ്ഞത്? അനന്തരവൻ. എന്നാ ഇത് നേരത്തെ പറയണ്ടേ? എന്നാ കാശ് വാങ്ങ്. ആയ എന്റെ വക. അറിയോ? കാശ് വാങ്ങ്, ബാക്കി പിന്നെ പറയാം. 48 പെട്ടിയുണ്ട്. ഇത് മുഴുവൻ ജോലിക്കാർക്കുള്ള പെട്ടിയാണ്. നീ ഇടയ്ക്കൊരു വെട്ടരുത്. ഒരു വെട്ടങ്ങനെ കുറഞ്ഞാൽ നിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളെ. ശങ്കുണ്ണി, ആരാ പറഞ്ഞത് ജോലിക്കാർക്ക് തേയില കൊടുക്കണമെന്ന്? വലിയ നമ്പരാണ്. ഞാനാണോ വലിയ നമ്പരാനാണോ തനിക്ക് കാശ് തരുന്നത്? ഞാൻ പറയുന്നവനെ നടക്കാൻ ഇല്ല. ഇവിടെ പണിയണ്ട, മനസ്സിലായോ? ആ, പെട്ടി പോയി കിടക്ക്. കിടക്കണം. ജോലിക്കാർക്ക് തേയില കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞോ ചോദിച്ചത്? നിങ്ങൾ ആരാ? കർണന്റെ അവതാരോ? ഒരു ദാനശീലൻ. ദാനം കൊടുത്ത് അവസാനം കിട്ടിയതേ ഈ കട്ടിലും തളർന്ന കാലമല്ലേ? മനുഷ്യനെ മെനക്കെടുത്താൻ കിടക്കുന്നു, ചത്ത് തൊലയത്തുമില്ല. കിളവനോട് പറഞ്ഞേക്ക്, അമ്മാവനെ ചവിട്ടി പുറത്താക്കിയവൻ എന്ന പേര് എനിക്ക് ഉണ്ടാക്കി വെക്കരുന്ന്. അത്താഴം വിളമ്പി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോയിക്കൂടെ? വേണ്ട, നീ കഴിച്ചിട്ട് കിടന്നോളൂ.
എന്തായി? ശവം പഞ്ചായത്തുകാരെ കൊണ്ട് കുഴിപ്പിച്ചിട്ടു. കുറച്ച് കാശ് കൊടുക്കേണ്ടി വന്നു. അവളുടെ കാര്യം? അവളെ കുടിയിറക്കി. നാളെ മല കടത്തി വിടാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ശരി, നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ നാളെ വീട്ടിൽ പോയി വാങ്ങിച്ചോ. ഓ, വയ്ക്കാം. നിന്റെ ഓരോ കൂടെ കുടിക്കാൻ വന്ന എന്നാ തള്ളാൻ തള്ളി നമുക്കിപ്പോ നോക്കാം. അങ്ങനെ ഒന്ന് അമ്മ എന്താ ഇത്? നീ ആണാ എന്നെ പിടിക്കാൻ? ഞാനാണ് അമ്മാവ, അമ്മാവന്റെ അനിയത്തി മീനാക്ഷിയുടെ മോൻ. ആരാണ് ഈ മീനാക്ഷി? എന്നടി മീനാക്ഷി ചൊന്നത് എന്നാക്ഷി? അമ്മാവൻ വരണം. இருந்து போகும்போதே என்ன சொல்லிட்டு போனே? പോയിട്ട് വരേന്ന്. ഓഹോ, വന്നല്ല 4 കാലില് കയ്യും വീശി. ഇവിടെ മനുഷ്യ എനിക്ക് വെറ്റില പാക്ക് വാങ്ങിച്ചോണ്ടിരുന്നല്ലേ? എവിടെ? എന്തോ എന്തോ അല്ല, வெத்தலை பாக்கு வராம இப்ப குடிக்க பாரு காப்பி. இத தவிர பச்சை தண்ணி உனக்கு கொடுக்க மாட்டேன். അച്ഛാ, എന്താ മോളെ? ഇന്നലെ വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചുവന്നതാണോ? നാളെ ആവട്ടെ, ഉടയാത്ത വള വാങ്ങിച്ചിട്ടില്ല. പണം കാണാത്തവൻ കണ്ടപ്പോ ഉണ്ടായ കുഴപ്പമാ നിന്റെ അച്ഛനെ പറ്റി. പെട്ടെന്നുണ്ടായ പണത്തിന്റെ അഹങ്കാരം മലവെള്ളം പോലെയാ പണത്തിന്റെ വരവും പോക്കുമെന്ന് പോയി കഴിയുമ്പോഴേ അറിയൂ. അപ്പം പഠിക്കും. ഏതായാലും നീ ഇങ്ങോട്ട് പോകുന്നത് നന്നായി. അമ്മാവ, എന്തെങ്കിലും ഒരു ജോലി. എന്റെ ഒരു കൂട്ടുകാരന്റെ മകനൊരു ചെറുക്കനുണ്ട്, കോടിമല എസ്റ്റേറ്റിലെ മാനേജറാ. ആ, അവനോടൊന്ന് ഞാൻ പറഞ്ഞു നോക്കട്ടെ. അതുവരെ എന്തെങ്കിലും ഒരു ചെറിയ പണി എന്തായാലും തിരക്കേടില്ല. നോക്കട്ടെ, തമ്പ്രാൻകുട്ടിയോടൊന്ന് പറഞ്ഞു നോക്കാം. കേറി വാടോ. ചങ്കു, ചങ്കുട്ടി, ഞാൻ ഇന്നലെ അടിച്ച് പൂക്കൂറ്റിയായി എന്തൊക്കെയോ പറഞ്ഞു. എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം, എന്നാലേ ഞാൻ ഇവിടെ എഴുന്നേക്കൂ. നീ എന്തായി കാണിക്കുന്നത്? സാരമില്ല, ഈ വഴക്ക് തീർക്കാൻ വൈകുന്നേരം ഒരു കുപ്പി പൊട്ടിച്ചാ മതി. അത് മതി. എന്താ ശങ്കുണ്ണി കാലത്ത് പതിവില്ലാതെ? ഇവൻ എന്റെ അനന്തരവൻ തീർക്കല. PUC വരെ പഠിച്ചിട്ടുണ്ട്.
2 മാസത്തിനകം കോടിമലയിൽ ഒരു ജോലി കിട്ടും. അതുവരെ എന്തെങ്കിലും ഒരു ചെറിയ ജോലി. എന്ത് ജോലി ചെയ്യാം? എന്തും. പഠിപ്പിനൊത്ത പണിയൊന്നും ഇവിടില്ല. കുതിരവണ്ടി ഓടിക്കാം. ഓടിക്കാം. ചങ്കുണ്ണി, എന്തോ ഇവനെ കണ്ടിട്ട് ഒരു കള്ളന്റെ ലക്ഷണമാണല്ലോ. മര്യാദയ്ക്ക് പണിയെടുത്തോണം. അത് ഞാൻ നോക്കിക്കോളാം. എന്നാ ഇന്ന് തന്നെ ആയിക്കോട്ടെ. ഓ, ആ ജംബുലിംഗത്തിന്റെ വണ്ടി ആളിനെ അടക്കല്ലേ? അതെ. എന്നാ പൊയ്ക്കോ. തൽക്കാലം നിനക്കൊരു ജോലിയായി. പിന്നൊരു കാര്യം, തമ്പ്രാൻകുട്ടി ആള് പെസക, സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾ കേൾക്കുന്നു. അങ്കന എന്ന് വെച്ചാൽ പെണ്ണ് അഥവാ സ്ത്രീ. അങ്കനമാർ സ്ത്രീയുടെ മാർ. മൗലേ ബാലേ നല്ല നല്ല ബാലെ കളിക്കുന്നു എന്ന് ചുരുക്കം. ബാലെ ചൂലെ ഇതാണ് താങ്കളുടെ മോളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഏയ്, ഒന്നാന്തരം ഭരതനാട്യം അറിയുന്നത് സ്ത്രീക്ക് ഭൂഷണം. വേണ്ട, ദേവദാസിയുടെ തേവിടിച്ച് നൃത്തം എന്നൊരു ദുഷ്പേരുണ്ട്. അശ്ലീലമില്ലാത്ത കാളയിൽ തൂക്കിന് നാടും എന്ന് തുടങ്ങുന്ന നൃത്തം വല്ലതും കൈവശം ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, നോക്കാം. അപ്പൊ ഞാൻ പോട്ടെ. ഏതായാലും നൃത്തത്തിന്റെ കാര്യം മറക്കണ്ട. ആലോചിക്കാം. പെട്ടണി കങ്ങുണ്ണി, മോനെ, നീ വെറുതെ അവിടെ കുത്തിയിരിക്കണ്ട. ഒന്ന് ചുറ്റി കറങ്ങി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാ മതി. പോയിക്കോ പോയിക്കോ. നന്നായിട്ട് കലക്കണം, മുഴുവൻ ചാണകം ഇട്ടേ. അയ്യോ, എന്താണ് കൊണ്ടാ വായി മുടിച്ചിരിക്കുന്നേ? വേമ്പ വെള്ളോർത്തും പാടാ. വേഗം കലക്കണം ചന്തു. വേഗമാട്ടെ. ആനന്ദ ടീച്ചർ വരുന്നത്. ചന്തു, നീ വേഗം കല്ലെടുത്തു. അലുവ മാതിരിയുള്ള ചരക്ക ഏറ്റ ഈ ഒരെണ്ണം ഇന്നത്തേക്ക് മതി. ആകെ വൃത്തികേടായല്ലോ ടീച്ചറെ. വല്ല കന്നുകാലികളും ചവിട്ടി തള്ളിയതാവും. എടാ മണിയാ, നീ ആ വെള്ളം കൊണ്ടുവാ. ഇതാ നായരുടെ കളിക്കാം. നായർ പതുക്കം ഉണ്ടാക്കിയാ മതി. നീ ആ വെള്ളം മറവിലിട്ട് വെച്ചുകൂട്. ടീച്ചർ അങ്ങോട്ട് ചെന്ന് ദേഹമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട്.
ഞാൻ പോട്ടെ ചിപ്പു, വലിയ ഉപകാരമായി. ഇങ്ങനെയൊക്കെ അല്ലേ ടീച്ചറെ ഉപകരിക്കാൻ പറ്റുള്ളൂ. ഈ വക പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ടോ എന്ന് പാടിയത് ആരാടാ മണിയ? നമ്മളെ മലയാളം പഠിപ്പിച്ച മുൻഷി സാറ്. എന്നാൽ അയാൾ ടീച്ചറെ കണ്ട് മനം നൊന്ത് പാടിയതാവും. അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എടാ പഴത്ത നായരെ, നീ എന്നെ പുല്ലി ചെയ്തടാ. ഇത് കണ്ടോ, കോഴി പിടിച്ച കൈയാടാ. ഒരൊറ്റ ഇടിക്കുന്നില്ല മോളെ ഞാൻ വീണായിപ്പിക്കൂടാ. നീ ഏത് കോഴി പിടിച്ചാലും ചങ്ങൂര് ഒന്നുമില്ലടാ. വാസി വണ്ടി കാരണം എനിക്ക് വണ്ടിയും വേണ്ട ചിന്തയും വേണ്ട. എനിക്ക് കാലുണ്ടാ. എത്ര കാല്? 2. ബാക്കി അവിടെ പോയി. ബാക്കി ഞാൻ തല്ലി ഒടിച്ചു. നീ പുറത്തു. സ്വാമി ഇപ്പൊ വണ്ടി കയറുന്നോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഞാൻ പോണു. നിന്നെ പിന്നെ കണ്ടോളാ. വേണ്ട, പിന്നെ ആക്കണ്ട. ഇപ്പൊ തന്നെ കണ്ടോ. ഞാൻ ചീനി വീട് വരയ്ക്ക് പോയിട്ട് വരാം. 2 മാസത്തെ പലിശ ബാക്കി തരാനുണ്ട്. പകലിൽ പോയാൽ അവനെ കാണാൻ നോക്കൂല, രാത്രി ചെന്നാലേ കാണാൻ നോക്കൂ. നീ അകത്തെന്ന് കഥ അടച്ച് പടുത്തുക്കോ. അമ്മേ, വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കുന്നു. അവിടെ ഒരു വഴക്ക്. എന്നെ പിടിച്ചു ഞാൻ നടന്നു പിടിച്ചു വേണ്ട. കിട്ടാനുള്ളെല്ലാം കിട്ടിയോ? ഇല്ലെങ്കിൽ മടിയിലെവിടെയെങ്കിലും കാണും, കയറി എടുത്തോണ്ട് പോയാൽ മതി. മനസ്സിലായില്ല. ആദ്യം കണ്ടപ്പോഴേ ഒരു കള്ളലക്ഷണം തോന്നിയതാ. ഇപ്പൊ തീർച്ചയായി. കാര്യം അറിയാതെ? എല്ലാം അറിയാം. വഴിയെ പോകുമ്പോ വീട്ടിൽ വിട്ടേക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് വണ്ടി കയറ്റും. വഴിയെ ഷാപ്പിലിറക്കി കള്ള് വാങ്ങിക്കൊടുക്കും, മൂക്കറ്റം കുടിപ്പിക്കും. എന്നിട്ട് കയ്യിലിരിക്കുന്ന കാശ് തട്ടിപ്പറിക്കും. ഇതിവിടുത്തെ കുതിരവണ്ടിക്കാരുടെ സ്ഥിരം പണിയാ. നിങ്ങൾക്ക് പറ്റിക്കാൻ പാവം എന്റെ അച്ഛനെ കിട്ടിയുള്ളൂ. ഇതിലും ഭേദം നാട്ടിലിറങ്ങി തെണ്ടിക്കൂടെ? ഞാൻ വേണ്ട, ഒന്നും പറയും വേണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. അത്താഴം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോയാ പോരെ? വേണ്ട, നീ കഴിച്ചിട്ട് കിടന്നോളൂ. ചേച്ചി, ഊണെടുത്ത് വെച്ചിട്ടുണ്ട്. വെറുതെ എന്നോട് എന്തിനാ ദേഷ്യം? ഞാൻ ആർക്കും കള്ളും ചാരായൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. ഇത് ആശാന്റെ ഒരു സ്ഥിരം പതിവാ. ഒപ്പം കൂടുന്നതാ ശങ്കുണ്യമായ എന്നും. എനിക്ക് കേൾക്കണ്ട. എന്ന് പറഞ്ഞാ പറ്റില്ലല്ലോ. എന്താ പറ്റാത്തത്? എന്നോട് ആരും ഒന്നും പറയണ്ട. എനിക്ക് എല്ലാരും നന്നായിട്ട് അറിയാം. എടി ഇവിടെ വാടി. എന്താ വിളിച്ചത്? എടിയെന്നോ? അയ്യോ, ഞാൻ എന്റെ കുതിരയെ വിളിച്ചതാ. തന്നോടൊന്നും എഴുന്നള്ളിച്ചില്ല. ചേടാ, ഇത് വലിയ കഷ്ടമായല്ലോ അല്ലേടി? എടി, ഇന്ന് വരുമല്ലോ തകില് കിഴവൻ. അടിച്ച് കീലായി 4 കാലയില്. എടാ, നിനക്കറിയാമോളായി ഗണപതി അയ്യരെ കൊട്ടും, ഇനിയും കൊട്ടും, ഇനിയും കൊട്ടും. ഗണപതിയെ ശങ്കുവല്ല ഒരുത്തനും ഒരു പുള്ളും ചെയ്യൂല. എടീ, വരട്ടെ അല്ലേടി നല്ല പമ്പരം സ്റ്റൈലില്. വല്ല പുഴയിൽ വീണാലും തിരിഞ്ഞു നോക്കൂല. നീയാണ്, ഞാനാണ്, ഗണപതി അയ്യരോട് നിന്റെ അച്ഛനോട് സത്യം.
എന്താണ് അണ്ടികൾ നന്നായി പോയിരിക്കുന്നത്? എന്ത് പറ്റി? ഒന്നുമില്ല, വെറുതെ. മനസ്സിന് എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് കാര്യത്തിന് തടസ്സമുണ്ടെങ്കിലും കിഴക്ക് വെള്ളം കീറും മുമ്പ് കുളിച്ച് കരിമാരിയമ്മൻ കോവിലിൽ പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് നടക്കലിലെ കരി നെറ്റിയിൽ തേച്ച് വിളിച്ചാൽ ഉടനെ ഓടിയെത്തുന്നവളാ ദേവി. വണ്ടി വെറുതെ കിടക്കല്ലേ, എന്നെ അങ്ങോട്ടൊന്ന് വിട്ടേരെ. ശരി. ദേഷ്യം വരുമ്പോ നിന്നെ കാണാൻ നല്ല ഭംഗിയാ. ഒട്ടും കൊട്ടി നടക്കുന്ന ആണ്ടിപ്പണ്ടാരം പട്ടയാൾ പോലും. എന്റെ പൊന്ന് ഭഗവതി, എന്റെ കുയിലൊന്ന് വളഞ്ഞു വിട്ടണേ, വീണ് വിട്ടണേ, ഒന്ന് കളാക്കിപ്പിക്കണേ. ദേവി, വെളുക്കും മുമ്പേ ഭഗവതി ക്ഷേത്രത്തിൽ പോയി തിരിവെച്ച് തൊട്ടതാ. അങ്ങനെ ചെയ്താൽ വിചാരിക്കുന്ന എന്തും ആ നിമിഷം മുന്നിൽ വീഴുന്ന ശങ്കുണി മാമ പറഞ്ഞത്. കുയിൽ എന്ത് തോന്നുന്നു, വീഴില്ലേ? വീഴാതിരിക്കാൻ വഴിയൊന്നും കാണുന്നില്ല. വീഴുന്നത് എനിക്ക് ഉറപ്പാ. പറഞ്ഞത് ശരിയാ, തലയെ കുറിച്ച് തന്നെ വീണു. ഇന്ന് ഏഴവനെയാണോ കണി കണ്ടത്? പുതിയ തെങ്ങും വെച്ചുകൊണ്ട് പട്ടിയിരിക്കുന്ന പോലെ ഈ കല്ലും വെച്ചുകൊണ്ട് നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. എടാ സായിക്കുട്ടി, നിന്റെ കുതിര ഇംഗ്ലീഷ് പറയോ? എല്ലാ കാലത്തോട്ട് കയറി കൂടെ ആണ്ടിപ്പെട്ടാണ്ട് പോകാൻ വരുന്നത്. തെങ്ങേക്കടാ. ഇവന് ഞാൻ തന്നെ അധികമാണ്.
ചിപ്പുവിനെ ഈ കരയിൽ ആരും തല്ലിയിട്ടില്ല. ആദ്യമായിട്ട് ചിപ്പു വീഴുന്ന തന്റെ മുമ്പിലാ. താൻ തുണയുള്ളവനാ. ചിപ്പുവിന് ഇഷ്ടമായി. കൈ കൊടുക്ക്. ഇനി നമ്മൾ കൂട്ടുകാർ. വെറ്റിലുള്ളു കൊടുത്ത വിദ്യയൊക്കെ ഭംഗിയായിട്ടുള്ളൂ, ഒന്നും മോശമായിട്ടില്ല. എന്റെ വിദ്യകളൊന്നും എനിക്ക് വേണ്ട. മര്യാദയ്ക്ക് നാലിശോട് നൃത്തം അഭ്യസിച്ചു കൊടുത്താൽ പോലും. അല്ല, വേറെ ദുരുദ്ദേശത്തോടു കൂടിയാണ് വന്നതെങ്കിൽ തന്റെ തോളിൽ തലയിരിക്കുന്നതിന് പകരം എന്റെ തകരായിരിക്കും ഇരിക്കുക. അത് ഓർമ്മിച്ചോളൂ. നിങ്ങൾ എന്താണ് നമ്മളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ യാതൊരു കളങ്കവുമില്ലാത്ത ശുദ്ധ ബ്രാഹ്മണനാണ്. ശരിയും ശരിയും. അതിനാണ് ഉമക്ക് ശിങ്കാരപ്പെട്ടാൽ എന്റെ പേര് വന്നത് ശുംഭർ. അസൂയ കൂട്ടങ്ങള് വെറുതെ പറയുന്നതല്ലേ സ്വാമി. നൃത്തം ചെയ്യാൻ മാത്രമായിട്ട് ബ്രഹ്മാവ് പറത്തിവിട്ട ശരീരം മാതിരിയുണ്ട്. അത് പണ്ടേ എല്ലാരും ചൊല്ലിയിരുന്നതാക്കും. എന്റെ ശരീരവടിവ് തന്നെയാ എന്റെ മോക്കുമെന്ന്. ഡാൻസ് മാസ്റ്റർ എന്നെ ചൊല്ലുறீங்க? എന്താ ഡാൻസ് മാസ്റ്റർ പേശാന്നിരിക്കുന്നത്? അസലായിട്ടുണ്ട്. ഇങ്ങനൊരു ശരീരം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. கேட்டீங்களா மாஸ்டர் சொல்றது? சும்மா தவளையும் தூக்கி நடந்தா போறாது, கொஞ்சம் சௌந்தரிய போதும் வேணும். മുറ്റത്തെ മുല്ലയ്ക്കും മണം കാണൂല. அப்படி சொல்லி கொடுங்க மாஸ்டரே. നീ ഒരു കാര്യം ചെയ്. വെത്തലമാക്കെടുത്ത് ദക്ഷിണ വെച്ചെന്ന് പുണ്ണ് കയ്യിലെ കൊടു. രാജാവിന് മുമ്പേ കാര്യം മുടിയിട്ടും ഒന്നാക്കണ്ട. ഒരു 4-5 വെറ്റിലേയും അടക്കി ആയിക്കോട്ടെ. தட்சணைக்கு பேருக்கு ஒரு வெத்தலை போதாதா? അവനോ ഇളലക്കിനായി, നീ അവനോട് ഹിറിലക്കിനായി. എന്നെ വെള്ളം കൊടുത്തുക്കോ. വെള്ളം കുറച്ച് വെത്തലയും പാക്കും ചുണ്ണാമ്പ് പോയി എല്ലാം കൊടുത്തുക്കോ. കണ്ണേങ്ക വാ. സാക്ഷാൽ മൂകാംബിക ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് അന്ത പാതാള വൃന്ദങ്ങളിലെ ഗട്ടിയാ പിടിച്ചുക്കോ. പോമാ. നന്നായി വരട്ടെ. ഏയ് അങ്ങനെയല്ല, ഇങ്ങനെ അരയ്ക്ക് കനം കൊടുക്കാതെ വേണം ചെയ്യാൻ. മനസ്സിലാവില്ല? ഇനി തുടങ്ങിക്കോ, നമ്മൾ നോക്കട്ടെ. അയ്യോ, പെൺകുട്ടികൾ മാനമര്യാദ ജീവിക്കുന്നിടത്ത് എത്തി നോക്കുന്നതാ. ഇറങ്ങിപ്പോടോ മക്കള, വാനര, കുരങ്ങ.
ധൈര്യമായിട്ടിരിക്കേ. തനിക്കിപ്പോ ആ പഴട്ടപ്പട്ടരെ അവിടുന്ന് ഓടിക്കണം, ആ പെണ്ണൊന്നും വളയണം, അത്രയേ ഉള്ളൂ. ഞാൻ ഏറ്റു. കൈയോട്. ആ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞില്ലേ? ചിപ്പു വിചാരിച്ച നടക്കാത്ത കാര്യം ഒന്നും ഇല്ലടോ ഇക്കരല്ലേ. താൻ കൈകൊട്. വരുന്നു ശൃംഗാരം. കൂടുതൽ ഞെരിയാതോ ഒടിഞ്ഞു പോ. എടോ ശൃംഗാരം. അതെ, നിന്റെ തന്തയാ. എടാ ഞങ്ങളുടെ ഭാവം പൂക്കും. നായിന്റെ മോന്റെ പവർ കണ്ടില്ല. ഇനി എന്തു വന്നാലും ഇതൊന്ന് കലക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. നീ കേറിക്കോ. അമ്മ ഒന്നിങ്ങോട്ട് വന്നേ. ചിപ്പു ഓടിക്കോ ഓടിക്കോ. ഭദ്രകാളി വരുന്നടാ, വേഗം പറ. എനിക്ക് ഈച്ച കിട്ടി. മുഴുവനും അടിച്ചു കൊല്ലാതടാ മഹാഭാവി. പിന്നെ നാളെ എന്തോ ചെയ്യും? അതും ശരിയാ. ഞാൻ ഈ പണി നിർത്തിയിട്ട് ആ ഗണപതിയുടെ കൂടെ പോവാ. എന്ത് കാശ അയാൾ ഉണ്ടാക്കുന്നത്? ഈ 4 മലയിലും കൂടി അയാൾ ഒരുത്തനേ ഉള്ളൂ ഈ പണി അറിയാവുന്നത്. എവിടെങ്കിലും ഒരിടത്ത് ദിവസം ഒരു കല്യാണമോ പേരോ പേരിടിയിലോ തൂങ്ങിമരണമോ എന്തെങ്കിലും കാണും. കൂടെ ശിങ്കിലി അടിക്കാൻ പോയാലും കിട്ടും കാശ്. ഒരു ദരിദ്രവാസിയും കാണുന്നില്ലല്ലോടാ. എടാ ഒരു പ്രോഗ്രാം കിട്ടിയാ മതി, പിന്നെ ആള് തേടി വരും. തല്ലാനായിരിക്കും. അല്ലെങ്കിൽ നിന്റെ വാ തുറന്ന ആവശ്യമല്ലേ വരൂ. ഈ ഒരു രംഗം വരുമ്പോ നീ അങ്ങ് അറിഞ്ഞ് വായിച്ചേക്കണം. കൈകടിയിട്ടുന്ന സ്ഥലമാ. മാസ്റ്ററെ, ഞങ്ങൾ ബാലെ ബുക്ക് ചെയ്യാൻ വന്നതല്ല. പിന്നെ എന്താണാവോ ആഗമനോദ്ദേശം? മാസ്റ്റർക്ക് കാശ് കിട്ടുന്ന കാര്യം തന്നെയാ. ആണോ? ഇരി. ആ കേക്കട്ടെ. ഇതെന്റെ കൂട്ടുകാരൻ ശ്യാം. ആ, ഇവനെ ഒന്ന് ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കണം. പാടാനറിയാമല്ലോ. പിന്നെ നന്നായിട്ട് പാടും. പക്ഷേ ശാസ്ത്രീയമായിട്ടറിയില്ല അല്ലേ? ഇല്ല. ആ, പഠിപ്പിക്കാം. പക്ഷേ ചെലവൽപ്പം കൂടും. അത് സാരമില്ല. പക്ഷേ 2 ദിവസം കൊണ്ട് കാര്യം നടക്കണം. ഒന്നുമില്ലേലും 2 ദിവസം കൊണ്ട് വ്യക്തിപ്പെട്ടേക്കാൾ നന്നായിട്ട് പാടുന്ന വിധത്തിലാക്കണം. അച്ഛന്റെ പേര് ത്യാഗരാജ ദീക്ഷിതരെന്നോ മറ്റോ ആണോ? അതെന്താ മാസ്റ്ററെ അങ്ങനെ ചോദിച്ചത്? ഇതെന്താ കത്തി മുഖത്ത് വയ്ക്കാൻ പഠിക്കുന്നത് പോലാണെന്നാ വിചാരം? കുറഞ്ഞത് 6 മാസമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിധം ഒപ്പിക്കാം. അപ്പോഴേക്കും പട്ടറ് പെണ്ണിനെയും കൊണ്ട് പോകും. പെണ്ണോ? മാസ്റ്ററെ, ഉള്ള സത്യം പറയാം, ഇവനും നമ്മുടെ ഗണപതി അയ്യരുടെ മോളും തമ്മിൽ ഇഷ്ടമാണ്. പക്ഷെ ഈ ഇടയായിട്ട് ആ വ്യക്തിപ്പെട്ടർ അവിടെ പറ്റിക്കൂടി ഒരു ഡാൻസും പാട്ടും പഠിപ്പിക്കൽ തുടങ്ങിയിരിക്കുക. ആകെ ഒരു പഞ്ചാരയും തേനും ഒലിക്കുന്ന ശൃംഗാരമാണ്. ഇതൊന്നും കലക്കണം. അതിന് ഇനിയിപ്പം ഒരു വഴിയേ ഉള്ളൂ. മാസ്റ്റർ സഹായിച്ചില്ലെങ്കിൽ ഇവൻ ആത്മഹത്യ ചെയ്യും. അല്ലേടാ? ചെയ്യൂ. എന്ന് പറഞ്ഞാ നേരത്തെ പറഞ്ഞത് നടക്കാത്ത കാര്യം. അത് വേണ്ട, വേറൊരു പണിയുണ്ട്. മാസ്റ്റർ അകത്തേക്ക് വാ. അകത്തേക്കോ? വാ പറയാന്നേ. പറ്റില്ല. ഈ അലവിലെ പണിക്കൊന്നും എന്നെ കിട്ടില്ല. അല്ല മാസ്റ്റർ. ഒരു മാസ്റ്റർ ഇല്ല ഇവിടെ. വേഗം സ്ഥലം കാലിയാക്ക്. തീർച്ചയാണോ? അതെ, തീർച്ച. മാസ്റ്റർ വൈകിട്ട് വീട്ടിൽ പോണ വഴി ചിത്രത്തമ്പാട്ടിയുടെ വീട്ടിൽ കയറാറുണ്ട് അല്ലേ? അതെ.
അതെന്താ കൂടെ കടന്ന് വെക്കൂടെ? അതുവഴി പോയാൽ ഒരു 3 നാഴികയെങ്കിലും കൂടുതൽ നടക്കേണ്ടി വരും. ആട്ടെ, അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധം നമുക്കുണ്ടാക്കാം. കേൾക്കണോ? മാസ്റ്ററും ചിത്രത്തമ്പാട്ടിയും തമ്മിലുള്ള അവിഹിത ബന്ധം. അനാവശ്യമാണ്. ഇതെങ്ങാൻ തമ്പുരാൻകുട്ടിയുടെ ചെവിലെങ്ങാൻ കേട്ടാൽ എന്റെ ശവം പോലും ബാക്കി കിട്ടില്ല. ഞാൻ വിചാരിച്ചാൽ നിമിഷം കൊണ്ട് ഈ വാർത്ത നാട്ടി പരക്കും. അത് വേണോ അതോ ഞാൻ പറഞ്ഞത് സമ്മതിക്കുന്നു? നീ കേറിക്കോ, കതിരാളി ചന്തയ്ക്ക് പോയിരിക്കുക. അകത്തേക്ക് പോയിക്കോ. ഞാനിവിടെ ഉള്ളപ്പോൾ ഈ മനുഷ്യന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മൈതു? തമ്പാട്ടിക്ക് അങ്ങോട്ട് ചോദിച്ചൂടെ? തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ, രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നുപോ, പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു എന്നലും. പദപ പദപ പദ പദ സരി സദപ, പദപ പദപ പദ പദ സരി സദപ, പദ സദ സരി സരി മരി മരി സദപ. ചങ്കുണ്ണി, എടാ പട്ടി, അമ്പലപ്പുഴ ബ്രദേഴ്സിന് തകില് വായിച്ചിട്ടുള്ളതാണ് ഈ ഗണപതി അയ്യര്. എന്നോട് കളിക്കാനല്ലോ തകിലിന്റെ കമ്പ് കണക്കുന്നല്ല പൈപ്പാണ്. തകിലിന്റെ കമ്പ് കൊണ്ട് അടിച്ചതിലെ ചെവിക്കുറ്റി പൊട്ടിക്കണ പട്ടി, നായിന്റെ മോനെ, നീ എന്റെ അടുത്ത് കളിക്കുന്നോടാ? അച്ഛൻ വള കൊണ്ടുവന്നിട്ടുണ്ടാവോ? വാങ്ങിയിട്ടുണ്ടാവും, പൊട്ടിച്ചും കാണും. നിറയെ പണം സമ്പാദിച്ചോണ്ടല്ലോ കൗസല്യാമ്മേ, നമുക്കും കുറച്ച് തരുമോ? 100-15 പലിശ. അത് തന്നാ ആർക്ക് വേണമെങ്കിലും പണം കൊടുക്കും. എന്നാ പിന്നെ 100-100 ആക്കിയാൽ കുറെ കൂടെ ലാഭം കിട്ടും. ആര് തരാനാ മാസ്റ്ററെ? ഇത് തന്നെ ഞാൻ വാങ്ങിക്കാൻ പെടുന്ന പാട് എനിക്കറിയാം. മീനു, മാസ്റ്റർ വന്നിരിക്കുന്നു. ഞാൻ ചന്ത വരെ ഒന്ന് പോയിട്ട് വരാം. 1-2 പിരിവുണ്ട്, ഞാൻ ചെന്നില്ലെങ്കിൽ കിട്ടിയില്ല. വരട്ടെ. നാട്ടിൽ ഇത്രയും സ്ഥലം കിടക്കുന്നു, അതൊന്നും തന്നെ കണ്ണി കണ്ടില്ല. ഇവിടെ കണ്ടല്ലോ വൃത്തിരാക്കാൻ ആശ്രീകരം എല്ലാം കൂടെ വന്നിരിക്കുന്നു. തൃപ്തിയായില്ലേ? സന്തോഷമായല്ലോ.
നാളെ തന്നെ കോടി വായിക്ക് വെക്കും. ശരിയാണെന്ന് ഞാൻ എഴുത്തു തരാം. അതൊന്നും പറയണ്ട, തയ്യാറായിക്കോ. അയ്യോ എന്റെ കാലേ. എന്താ കാലിന്? ഒരു ഉളുക്ക്. അയ്യോ എന്തൊരു വേദന. എങ്ങനെയത് കൊണ്ട് യാത്ര ചെയ്യാ? ആകെ കുഴപ്പമായി. കുഴപ്പമായെന്ന് എനിക്കറിയാം. ഇനി ഇത് നേരെ ആവാനും പ്രയാസമാണ്. ഏയ് വേഗം ശരിയാവും. ഈ ഉളുക്ക് സൂക്ഷിക്കണം. എന്റെ കയ്യിൽ കുഴപ്പമുണ്ട്, അത് ഇട്ടൊന്ന് തടവാം. എന്തൊരു വേദന. വേദന ഉണ്ടാകും. നിന്റെ പ്രായത്തില് എനിക്ക് ഇതുപോലെ വേദന ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമില്ല, പക്ഷേ 10 ദിവസത്തേക്ക് കാല് നിൽക്കാൻ പാടില്ല. അയ്യോ വേണ്ട. അപ്പൊ വേദന അത് സാരില്ല, വലിയ വേദനയൊന്നുമില്ല. എടാ മോനെ, കാലെന്തിനാണോ വാല് വെക്കുന്നത്? നീ ഉള്ളത് പറ. നിനക്ക് പിടിച്ചോ? എന്തോന്ന്? ഒലക്ക. പെണ്ണിനെ പിടിച്ചോന്ന്. ഏത് പെണ്ണ്? ചങ്കുണ്ടി മാമ എന്തീ പറയുന്നേ? എടാ, നിന്റെ ഈ വീടിന് തുള്ളുന്ന വേല എന്റെ അടുത്ത് വേണ്ട. ഈ പ്രായത്തിൽ ഞാനും കുറെ മണപ്പിച്ച് നടന്നതാ. പിടിച്ചോ ഇല്ലെന്ന് ഇപ്പൊ പറയണം, ഇല്ലെങ്കിൽ നാളെ സ്ഥലം വിട്ടോണം. എനിക്കെന്താ? എനിക്കിഷ്ടമാ. അമ്പട കള്ള, അവന്റെ ഒരു ഉളുക്ക്. ആ ചെല്ല്. പക്ഷെ ആ ഭദ്രാളുടെ മുമ്പിലങ്ങാൻ ചെന്ന് പെട്ട ചൂട് മുതത്തിരിക്കും. സൂക്ഷിക്കണം. വൈകിട്ട് പുഴക്കരയിൽ കാത്തിരിക്കും, വരണം. മീനു, ഞാൻ മീനൂട്ടീന്ന് വിളിച്ചോട്ടെ? വേണ്ട. പിന്നെ പറയട്ടെ? കുയിലെന്ന് വിളിച്ചാ മതി. ആദ്യം വിളിച്ചപ്പോഴേ എനിക്കിഷ്ടായി. ഏയ്, പിന്നെ ഇത്രയും നാളും കാന്താരിയേക്ക് നടന്നതെന്താ? വലിയ ഇഷ്ടായിട്ട്. എത്ര വലിയ ഇഷ്ടം? ഇത്രയും? അതിലും ഇത്രയും? ഇത്രയും? ഈ മലയുടെ അത്രയും? ഈ കോടിമലയുടെ അത്രയും? പിന്നെ എത്രയെന്ന് പറ. അങ്ങനൊക്കെ ചോദിച്ചാല് എന്താ പറയാ?
ഇതിലൊക്കെ കൂടുതലാ. അതേ എനിക്കറിയൂ. കുയിലെ, എനിക്കും കുയിലിനെ വലിയ ഇഷ്ടമാണ്. ഒരച്ഛനേ ഉള്ളൂ. ഇങ്ങനെയാന്ന് വെച്ചാ നോക്കണ്ട. ഓരോന്നായിട്ടല്ലേ പറയാൻ. കല്യാണം കഴിക്കാൻ ഒരു വായ്നോക്ക് ചെറുക്കം വരും. വന്നല്ലോ. തീരുമാനിച്ചോ? ആ, എത്ര കുട്ടികളാന്ന് നോക്കട്ടെ. ചീത്ത വർത്താനൊന്നും വേണ്ട കേട്ടോ. എന്നാ വേണ്ട, കുട്ടികളില്ല. മച്ചി ഞാൻ പോണു. പോണില്ല. പിന്നെ നല്ല മിനുസുള്ള പൂ പോലത്തെ കയ്യാ. എന്നാലും തല്ലിയാന്നോ? ഇനിയൊന്നും പറയണ്ട. സത്യമല്ലേ പറഞ്ഞത്? നല്ലോണം വേദനിച്ചോ? ഞാൻ അറിയാതെയല്ലേ. സാരല്ല, വേദന പോവാൻ ഒരു വഴിയുണ്ട്. എന്താ വഴി? അടി കൊണ്ടെടുത്ത് അടിച്ചാലൊരു മുത്തം തന്നാ മതി. എന്നാ വേദന പോവോ? ഇവിടെ വേദന. ദേ ഇവിടെ. അവിടെയല്ല, ഇവിടെ ഇവിടെ. അയ്യോ, അവിടെയല്ല, ദേ ഇവിടെ. അവിടെ അല്ലെന്നേ. മതിയല്ലോ. അയ്യോ, അടി കൊണ്ടത് ഇടത്തെ കവിളായിരുന്നു. ഇപ്പോഴാ ഓർത്തത്. എങ്കിലേ കാര്യമായിപ്പോയി. കുറച്ച് വേദനിച്ചോട്ടെ. ഞാൻ പോണു. നോക്കെടുത്ത് കള്ളേ പറയൂ. കള്ളേ. കുയിലേ, എന്ത് പറ്റി കുയിലേ? വേദനയുണ്ടോ ഇപ്പൊ? ശ്യാമന്തിനെ കരയുന്നേ? കുയിലിനെന്താ? എനിക്ക് നോവില്ലേ? ഞാനൊരു രാജകുമാരനായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നിന്റെ കാലിൽ ഒരു തരി മണ്ണ് പോലും വീഴില്ലായിരുന്നു. കുറിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. തമ്പുരാൻകുട്ടിയുടെ ഉന്നം പഴിക്കാറില്ല, ഇനി പഴിക്കത്തുമില്ല. വാ. ആ, വണ്ടി ഒന്ന് നിർത്തണേ.
ഇതാര്? അധികാരിയോ? എന്താ അധികാരി? സുഖം തന്നെയല്ലേ? പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. തമ്പുരാൻകുട്ടിയോട് ഒരു കാര്യം പറയാൻ ഇറങ്ങിയത്. എന്താ? നാളെ പഞ്ചായത്ത് കൂടുന്നുണ്ട്. തമ്പുരാൻകുട്ടിയെ കുറിച്ച് ചില പരാതികൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ നാട്ടിൽ ന്യായം നടത്തേണ്ട അധികാരിയാണ്. പരാതികളുണ്ടെങ്കിൽ കേൾക്കണം, തെളിവുകളുണ്ടെങ്കിൽ വിധിക്കണം. തെളിയിക്കാൻ വരുന്നതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അധികാരിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ വീട്ടിലേക്ക് കൊടുത്തയച്ചേക്കാം. വരൂ. എന്തൊരു വലിയ മണിയാ. ഇവിടെ പൂജാരി ഒന്നുമില്ലേ? ഇല്ല, ഈ നട ഒരിക്കലും തുറക്കില്ല. ആര് വിചാരിച്ചാലും തുറക്കാനാവില്ല. ഈ കല്ലുവിളക്ക് നോക്കൂ, അതിനുള്ളിലെ ചുമന്ന കുങ്കുമം കണ്ടോ? ഇതെങ്ങനെ ഇവിടെ വരികയെന്ന് ആർക്കും അറിയില്ല. അറിയോ ശ്യാം, ഇത് ചോരയാന്നാ പറയുന്നത്. ചോരയോ? അതൊരു പഴയ കഥയാ, പിന്നൊരിക്കൽ പറയാം. ആരെ കുങ്കുമം എടുത്ത് ഒരു പെണ്ണിന്റെ നെറ്റിയിൽ തൊടുവിച്ച് ഈ മണി 3 പ്രാവശ്യം മുഴക്കുന്നുവോ അയാൾ ആ പെണ്ണിനെ കല്യാണം കഴിച്ചതിന് തുല്യമാണ് എന്നാണൊരു വെപ്പ്. എന്നാ ഞാൻ കുയിലിന്റെ നെറുകയില് ഒരു കുറിയിട്ട് വരട്ടെ? ഇന്നല്ല, പിന്നെ ഒരു ദിവസം. എന്താ പെണ്ണെ, ഇവിടെ കുയിലുകൾക്കൊക്കെ ഒരു ജലദോഷം, ശബ്ദം വല്ലാതെ അടച്ചിരിക്കുന്നു. ആരാണ് മതിൽ പൊക്കി നോക്കുന്നത്? അത് 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 സ്വാമി ആടലോടകത്തിന്റെ ഇല പറിക്കാൻ വന്നതാ. അപ്പോൾ എന്നു മുതലാണാവോ മതിലിന്റെ ഉച്ചയിൽ ആടലോടകത്തിന്റെ ഇല കിളിക്കുന്നത്? അയ്യോ, ഇത് മതിലായിരുന്നു. എടാ ചിപ്പു, ഇത് മതിലാണാ. നിനക്ക് എന്ത് തോന്നുന്നു? ഈ പെരേടത്തിൽ ആടലോടത്തിന്റെ ഇല ഇരിക്ക? അയ്യോ ഇല്ല, എന്നാ എഴുതിരിക്കേ? അത് ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ പേരാ. അതേ തെരീത് വെള്ളക്കാരൻ ദൈവമാ? ഒന്നിക്കണേ, ഇതൊന്ന് വായിച്ചു തരണേ. ഞാൻ തന്നെ എഴുതിയതാ, പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ശ്യാം, ഇതൊരു പേരാണല്ലോ. ആ, മതിലിന്റെ പുറത്ത് ഇല പറിക്കാൻ കയറിയ ഒരു വാനറിന്റെ പേരാ. പക്ഷേ അവൻ ഇല പറിച്ചു. കരയാതെ മോളെ, ഈ വരുന്ന ശനിയാഴ്ച അവന് 28 വയസ്സ് തികയും. അതോടെ അവന്റെ ശനിദശയും തീരും. അത് കഴിഞ്ഞാ നല്ല കാലമാ. അന്ന് ദൈവങ്ങൾക്കൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോളൂ, നല്ലത് വരും. അച്ഛന് മരുന്ന് കഴിക്കാറായില്ലേ? ഞാൻ എടുത്തു തരാം. എനിക്ക് ആ പുള്ളിക്കുയിലിന്റെ പാട്ട് തന്നെ കേൾക്കണം. ഇപ്പൊ തന്നെ പാടണോ കുയിലേ? എന്നോട് മിണ്ടണ്ട. എത്ര ദിവസമായി പാടാന്ന് പറയുന്നു. എന്നോട് സ്നേഹമില്ലാത്തോണ്ടല്ലേ? വേണ്ട, പാടണ്ട. കുയിലേ, കുയിലേ,
മാസ്റ്റേ ചതിച്ചു, രക്ഷിക്കണം, ഇല്ലെങ്കിൽ പ്രേമം പൊടിയും. ഒരേ ഒരു പ്ലാസ്റ്റിക് കൂടി ഉടനെ വേണം. ശ്യാം മധുരയിലിരിക്കുക. മധുരയിലിരിക്കല്ലോ, അവിടെ ഇരിക്കട്ടെ. ഇതെന്തൊരു കഷ്ടമാ, എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ പറയരുത് മാസ്റ്റർ. ഇനി ഇതെല്ലാം കൂടെ ഇടിഞ്ഞെന്റെ തലയിൽ വീണാലും ശരി, ഈ നാറിയ പണിക്ക് ഞാനില്ല. തീർച്ചയാണോ? അതെ, തീർച്ച. ശരി. തമ്പാട്ടി വഴി അവിഹിതം തമ്പുരാൻകുട്ടി. ആ പുഴയിൽ ശവം കിടക്കാനായിരിക്കും വിധി. കണ്ണാടി കൊച്ചനെ, ഞാൻ വരാം. പക്ഷേ ഇതെന്റെ അവസാനത്തെ വരവായിരിക്കും. വീണ്ടും എന്നെ ക്ഷണിച്ചാൽ പുഴയിൽ ശവമായിട്ട് കിടക്കുന്നത് അഭേദമെന്ന് ഞാനങ്ങ് തീരുമാനിക്കും. മാസ്റ്ററാണ് സത്യം. ഇനി ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരില്ല. ഇതെന്നല്ല, ഒരു കാര്യത്തിനും ഇങ്ങോട്ട് വരണ്ട. എന്താണ് നിർത്തിക്കളെ? താൻ വാടകയ്ക്ക് പാടാൻ നടക്കുന്ന ദുരിതവാസിയാണെന്ന് നാം മറക്കില്ല. എടോ ഏപ്പോകി തനിക്ക് നാണമുണ്ടോ? ഇതിന് ഭേദം ഒരു കത്തി എടുത്ത് ക്ഷവരം ചെയ്യാൻ പോയിക്കൂടോ നാറി. പോവാം, പക്ഷേ സോപ്പ് പതയ്ക്കാൻ ആളില്ല. താൻ കൂടെ വാ. എങ്കിൽ ഒരു തൊട്ടിയും എടുത്ത് തോട്ടുപണിക്ക് പോയിക്കൂടോ പട്ടി. താൻ സംഗീതത്തിനൊരു മാനക്കാരാണോ നായ? നായകീയെന്ന് വിളിച്ചാൽ ഇടിച്ചു നിന്റെ കൂമ്പ് ഞാൻ കിടക്കും പെട്ടതേ. പോക്കിരുത്തരം കാട്ടിയിട്ടും പോരാ, താൻ എന്നെ ഇടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുവോ? എടോ, വരിയിൽ തുണിയുറ്റി വെച്ചിരിക്കുന്നത് കണ്ടാൽ ചുറ്റും നടന്ന് പെണ്ണാണോ എന്ന് മണത്ത് നോക്കുന്ന ശിങ്കാര പഞ്ചാര പട്ടലിലൂടെ താൻ കൂടുതൽ വായൊന്നും അടിക്കണ്ട. അടിച്ചാൽ താൻ എന്ത് ചെയ്യണോ? ഓണ്ട എന്താ വിളിച്ചേ? ഓന്താം ഒന്നും വിളിച്ചേ? ചെവിയാക്കില്ല തനിക്ക്. ഓന്താ ഓന്താ നാറിക്കൊണ്ട. എന്താ ചെയ്യാ? നാരായണ 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 നാരായണ. മോൾ ആരാധിക്കുന്ന ദൈവത്തിനെ അച്ഛനും കൂടെ ഒന്ന് ആരാധിച്ചോട്ടെ. വെള്ളക്കാരൻ ദൈവം താനേ ചിലപ്പോൾ സായിപ്പിനെ മരുമോനായിട്ട് കൊണ്ട് തന്നു വരും. എനിക്ക് ഈശ്വരന്മാരെ എല്ലാം ഭംഗിയാക്കണേ. അച്ഛാ, എല്ലാം ശരിയാവുമെന്ന് എനിക്ക് വിശ്വാസമായി. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അമ്പലത്തിൽ നിന്ന് മണിയൊച്ച കേട്ടു. ദേവിയുടെ കയ്യിൽ നിന്ന് ഒരു പൂവും താഴേക്ക് വീണു. അദ്ദേഹത്തിന്റെ മനസ്സ് മാറും അല്ലേ അച്ഛാ? ഇന്ന് ഞാൻ വിളമ്പുന്ന അത്താഴവും ഒന്നുമല്ലേ അച്ഛാ? എല്ലാം ശരിയാവും മോളെ, കരയാവും മോളെ.
വെള്ളം കുടിക്കാൻ. അതിന് പുറത്തു പോണം. അകത്തില്ലേ? ഉറക്കത്തിൽ എണീറ്റപ്പോ ഓർത്തില്ല. അത്താഴം വിളമ്പി വെച്ചിട്ടുണ്ട്. നീ കഴിച്ചിട്ട് കിടന്നോ. സാധ്യമല്ല. ഇന്നെങ്കിലും ഞാൻ വെച്ചത് എന്തെങ്കിലും കഴിച്ചിട്ട് പോണം. ആണുങ്ങൾ പുറത്തു പോകുമ്പം പുറകിൽ നിന്ന് വിളിക്കരുന്ന് പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടില്ലേ? അവിടെ ഒരു സർക്കാർ മഹാലക്ഷ്മി പോലത്തെ പെൺകുട്ടിയായിരുന്നു. അല്ലെങ്കിലും ദൈവം നല്ലവരെ അധികാരം ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഇന്നലെ രാത്രിയിൽ വെള്ളം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാ. കാല് വഴുകി മുഖമടിച്ചു വീണു. അപ്പോഴേ തീർന്നു. നേരെ വളർത്തിരുന്ന പിന്നെ മരിക്കാൻ പ്രത്യേക കാരണം വല്ലതും വേണോ? ചിപ്പുവിനെ ഒന്ന് കാണാൻ പറ്റൂ? ആ കുട്ടി ആരെയും കാണാതെ മുറി അടച്ചകത്തിരുന്ന് കരയുക. ആകെ ഉണ്ടായിരുന്ന ഒരു പെങ്ങളല്ലേ. ഇപ്പൊ ഉപദ്രവിക്കണ്ട. ഇനി നിനക്ക് പുറത്തു പോകാം. പക്ഷെ ഒന്നോർമ്മ വെച്ചോണം, ഇവിടെ നടന്ന സത്യം പുറത്തു പോയാൽ ആദ്യം ആ തളർന്നു കിടക്കുന്ന കിളവനില്ലേ, നിന്റെ തന്ത, അയാളുടെ ശവം നീ കാണും. അവിടെയും തീർന്നില്ല. പിന്നെ നിന്റെ ശവം പുഴയിൽ ഒഴുകി നടക്കുന്ന നാട്ടുകാർ കാണും. ഓർത്തു. അവനിപ്പോ ഇത് ഒരെല്ല് പോലും ബാക്കിയാണ്. സ്വാമി ധൈര്യമായിട്ട് പോണം. ആ കാര്യം ഞങ്ങളെ കുയിലേ, കുയിലേ, എന്നോട് പിണങ്ങരുതേ കുയിലേ, കുയിലേ. എന്റെ ദേവി, എന്റെ കുഞ്ഞിനൊന്നും മനസ്സിലെ വിശ്രമിക്കട്ടെ. നാളെ രാവിലെ
ഞാൻ വൈദ്യനെ വിളിച്ചോണ്ട് വരാം. 2 ദിവസത്തേക്ക് താൻ ജോലിക്ക് പോവണ്ട. கௌசல்யா, அந்த பையன் படிச்சிருக்கிறது பார்த்தா ரொம்ப கஷ்டம். அவன் ஏதாவது வேண்டாதனம் பண்ணிருப்பான். சும்மா போறவன உதப்பானா? ஆமா, ഞാൻ ഒരു കാര്യം കേട്ടാ സത്യം പറയുമോ? കഴിഞ്ഞ ജന്മത്തിൽ നിനക്ക് വാളുണ്ടായിരുന്നോ? നിന്റെ മനം ഒരു കുരങ്ങ്. ഉറങ്ങിയില്ലയോ? ഉറക്കം വരുന്നില്ല. ആ, എന്നാ ഇവിടെ ഇരുന്നോ. അമ്മ ഉറങ്ങിയോ? ഉറങ്ങി. ആർക്കാച്ചാ രാവിലെ സുഖമില്ലെന്ന് പറഞ്ഞത്? ഓ, അതാ ചങ്കുവിന്റെ അനുദ്രവം ചെറുക്കനാ. അവൻ ആ വ്യക്തിപ്പെട്ടുമായിട്ട് വഴക്കുണ്ടാക്കി. അയാൾ 4 തടിമാടന്മാരെ വെച്ച് തല്ലിച്ചു. തലയ്ക്ക് അടിയേറ്റത്. വലിയ കഷ്ടമായി പോയി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, രക്ഷയില്ല. അയ്യോ, അതിന് നിനക്കെന്താ? നിന്റെ ആരെങ്കിലും വന്നോ? എന്നാലും ആ, അത് ശരിയാ. ഏതായാലും ഭ്രാന്ത് തീർച്ചയാ. ഇപ്പൊ തന്നെ കാക്കയെന്നോ കുയിലെന്നോ ഒക്കെ പിച്ചും പേരും പറയുന്നുണ്ട്. അങ്ങനെ പറയാതെച്ചാ. നിനക്കെന്താടി? കൂടി പോയാൽ ചത്തുപോവായിരിക്കും. ഇപ്പൊ എന്താ ഇത്ര ദുഃഖം? ഇത്രയും നേരമായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നിയോ? സാരമില്ല മോളെ, സ്നേഹമുള്ളിടത്തെ പിണക്കവും ദേഷ്യവും ഉള്ളൂ. അവൻ ഒരു കുഴപ്പമില്ല, എല്ലാം എനിക്കറിയാം. നീ കാലത്ത് പോയി കണ്ടാ മതി. ഇപ്പൊ പോയി കിടന്നറ. കുയിലേ, എന്നോട് ക്ഷമിക്കൂ ശ്യാം. എനിക്ക് മടുത്തു ഇവിടെ താമസിച്ചിട്ട്. ഏതായാലും വലിയ വീട്ടിൽ വെക്കാനും വിളമ്പാനും ഒക്കെ ആരെങ്കിലും വേണ്ടേ? വേണം. എന്നാൽ പിന്നെ എനിക്കങ്ങോട്ട് പോന്നൂടെ? നീ വലിയ വീട്ടിലെത്തിയ പിന്നെ ഇവിടെ ആരാ? ഞാനുള്ളപ്പോൾ നിങ്ങൾക്ക് എന്തിനാ മറ്റൊരു പെണ്ണ്? ഒന്ന് പോരാട്ടമുണ്ടല്ലേടി നീ ഉണ്ടായത്. പതുക്കെ നടന്നാ മതി. നമുക്കിവിടെ ഇരിക്കാം. കുയിലേ, എന്തെങ്കിലും പറയുന്നേ. എന്താ പറയാ? ഈ മരങ്ങളെ കുറിച്ചോ, ഇവിടുത്തെ പുഴയെ കുറിച്ചോ, കുയിലുകളെ കുറിച്ചോ എന്തെങ്കിലും. ആ, ഈ അമ്പലത്തിന്റെ നട തുറക്കാത്തതിന്റെ കഥ പറയാന്ന് പറഞ്ഞില്ലേ, എന്താ അത്? പറയട്ടെ. പണ്ട് 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 എന്താ ചിരിക്കാൻ? വലിയ തമാശ പറഞ്ഞ പോലെ. ഞാൻ പോണു. വേണ്ട വേണ്ട, ഞാൻ പറയാം. പണ്ട് പണ്ട് വർഷങ്ങൾക്ക് ശേഷം, തെറ്റിപ്പോയി. വർഷങ്ങൾക്ക് മുൻപ് ഈ നാട്ടിലൊരു രാജാവ് ഉണ്ടായിരുന്നു. പുഴയ്ക്കപ്പുറം വരെയായിരുന്നു രാജാവിന്റെ അതിർത്തി. ഇത് മറ്റൊരു നാട്. രാജാവിനൊരു രാജകുമാരി. ഒരു ദിവസം രാജസദസ്സിൽ
ഒരു ഗായകൻ പാടാനെത്തി. ഒരു പാവം പാട്ടുകാരൻ. ഗായകന്റെ പാട്ട് കേട്ട് രാജകുമാരി സർവവും മറന്ന് അയാളെ സ്നേഹിച്ചു. അവർ പിന്നെയും കണ്ടു, പരസ്പരം സ്നേഹിച്ചു. അയാൾ പാടി, അവൾ നൃത്തം ചെയ്തു. ഒരു ദിവസം അവളുടെ മുറച്ചെറുക്കനായിരുന്ന മന്ത്രികുമാരൻ സംഭവം അറിഞ്ഞു. ഗായകന് നാട് കടത്തി. രാജകുമാരിയെ പൂട്ടിയിട്ടു. ഗായകൻ പുഴ കടന്ന് ഈ അമ്പലത്തിൽ വന്നിരുന്നു. രാജകുമാരി വന്നില്ല. വേദന സഹിക്കാതെ ഒരു രാത്രിയിൽ അയാൾ ഉറക്കെ പാടി. ആ പാട്ട് കേട്ട് കൊട്ടാരത്തിലെ വാതിലുകൾ തനിയെ തുറന്നു. രാജകുമാരി ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ഇറങ്ങി നടന്നു. പുഴ കടന്ന് രാജകുമാരി ഗായകന്റെ അരികിൽ ഓടിയെത്തി. അവർ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും മന്ത്രികുമാരനും സൈന്യവും അമ്പലം വളഞ്ഞു. നിവർത്തിയില്ലാതെ ഈ മണി ആട്ടിവിട്ടു. ആടി വന്ന അതിന്റെ മുന്നിൽ അവർ കെട്ടിപ്പിടിച്ചു നിന്നു. അത് വന്നടിച്ച് തല പൊട്ടി അവർ മരിച്ചു. അവരുടെ ചോര തെറിച്ചു വീണ് ആ കൽവിളക്കിൽ തലം കെട്ടി നിന്നു. അത് പിന്നെ കുങ്കുമമായി തീർന്നു. രാജകുമാരിയുടെയും ഗായകന്റെയും ചോര ശ്രീകോവിലിനുള്ളിലേക്ക് തെറിച്ചു വീണു. അന്ന് അടഞ്ഞു പോയതാണ് ഈ വാതിൽ. പിന്നെ ഇതുവരെ തുറന്നിട്ടില്ല. ആർക്കും തുറക്കാനോട്ട് കഴിയുമില്ല. കഷ്ടമായിപ്പോയി ഇല്ലേ? നമ്മളെപ്പോലെ അവരും ഇവിടെ വന്നിരുന്നിട്ടുണ്ടാവും. നമ്മളെപ്പോലെ അവരും കുയിലുകൂവി ഒളിച്ചു കളിച്ചിട്ടുണ്ടാവും. വാശങ്കു, എന്താ ഒരു ശങ്ക? എന്തൊക്കെയാണ് ഇങ്ങനെ ചാരായൻ തലയിൽ കയറിയപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. നീ അതൊന്നും മനസ്സിൽ വെക്കരുത്. അത് പറയാൻ ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. പറ്റിന് പറ്റി. അതിന് വൈകുന്നേരം നമുക്കൊന്ന് ഘോഷിച്ചു കളയാം. എന്റെ നല്ല കാലം. ചിട്ടി ഇവിടെ ഇല്ല. രാവിലെ പിരിവിന് പോയിരിക്കുക. അവൾ ഉണ്ടായിരുന്ന ഈ സുഖമായിരുന്നു. അയ്യോ, എന്നാ വരുമ്പോഴേ ഞാൻ സ്ഥലം വിട്ടേക്കാം. വന്ന സ്ഥിതിക്ക് എന്റെ മോളുടെ കയ്യിൽ ചായ കുടിച്ചിട്ട് പോയാൽ മതി. മോളെ 2 ചായ പൊട്ടി. ഞാൻ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് ദേഷ്യപ്പെട്ട് ചായയിൽ ഉപ്പമിട്ട് കളയരുത്. ഒരു നല്ല ചായ കൊണ്ടുവന്ന ഇപ്പൊ ഇവിടെ ഈ നിമിഷം കല്യാണം ഉറപ്പിക്കാം. മാമ, ഇനിയും പോരെങ്കിൽ ഈ നിമിഷം മുൻകൂറായി വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. പങ്കുവേറ്റോ? ഏറ്റു. കിട്ടേണ്ട കിളി പറന്നുപോയി. പകരം എനിക്കൊരു കിളി കിട്ടി. മീതു, എന്തോ ഏതാ പൈങ്കിളി? എടാ മോനെ, ഒരു നല്ല വാർത്തയുണ്ട്. എന്താടാ മോനെ നിനക്കൊരു വിഷമം പോലെ? ഒന്നുമില്ല. ഒന്നും വിഷമിക്കണ്ട. നിന്റെ എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടക്കും. ഇത് കണ്ടോ,
ചെറിയ കുഞ്ഞ് കോടിമലയെന്ന് എഴുതിയിരിക്കുന്നു നിനക്ക് ജോലി ശരിയായിട്ടുണ്ടെന്ന്. അടുത്ത മാസം 1-ാം തീയതി അവിടെ എത്തണം. നീ വിഷമിക്കണ്ട. ആ പെണ്ണിനെ കാണാതിരിക്കാൻ നിനക്ക് പറ്റൂല അല്ലേ? പോകുമ്പോ അവളെ കൊണ്ടുപോക്കോ. അതിനു മുമ്പ് രണ്ടിനെയും കൂട്ടി കെട്ടി വിട്ടേക്കാം. പോരെ? ശങ്കുണി മാമ, അതേടാ മോനെ, ശങ്കുണി മാമൻ തന്നെയായി പറയുന്നത്. എന്റെ മോൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അത്രയും ആവുമായിരുന്നു. ദൈവം വിധിച്ചില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് ഒരു സങ്കടവുമില്ല. നീ എന്റെ മോൻ തന്നെയാ. ശങ്കുണി മാമ. എന്റെ പൊന്നു മോളെ, ഒരിടത്തേക്കും ഓടിപ്പോവല്ലേ. ചേട്ടൻ പോയി കുയിലിനെ കണ്ടിട്ട് ഓടി വരാം. മിടുക്കി. നീ എവിടെ പോയി കിടക്കണ ചെറുക്ക? തമ്പുരാൻ നിന്നെ എത്ര നേരമായി തിരക്കുന്നു. നീ വേഗം ഈ കടലാസ് ലാറിക്കാർക്ക് കൊണ്ടേ കൊടുക്ക്. വേഗം പോ. വെക്കോ. ഞാനൊന്ന് അക്കരയ്ക്ക് പോയിട്ട് വരാം. ഒരു നിമിഷം മതി. വേണ്ട വേണ്ട, എവിടെയും പോകാൻ പറ്റൂല. ആദ്യം ഈ പണി ചെയ്യ്. വേഗം വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വെക്കോ. നമ്മുടെ കണക്കെഴുതുന്ന ശങ്കുണ്ണിയുടെ അനന്തരവൻ ചെറുക്കനില്ലേ, ആ കുതിരവണ്ടി ഓടിക്കുന്ന ശ്യാം, അവനെ പാമ്പ് കടിച്ചു. അയ്യോ കഷ്ടമായി. എവിടെ വെച്ചായിരുന്നു? നമ്മുടെ ചിത്രത്തമ്പാട്ടിയുടെ വീട്ടിനടുത്ത് വെച്ചാ. അവിടെ എടുത്ത് കിടത്തിയിട്ട് ശങ്കുണ്ണിക്ക് ആളെ അയച്ചിട്ടുണ്ട്. ഇവിടെ ആരും ഇല്ലേ? മീനു, മീനു, മീനു. അതെ, തമ്പുരാൻകുട്ടി. ഞാനൊരു പാവമാണ്. എങ്കിലും ചില ചീത്ത സ്വഭാവങ്ങളുണ്ട്. മനുഷ്യർക്കെല്ലാം ഉള്ളതല്ലേ അത്. ആഗ്രഹിച്ചത് കിട്ടണം എന്നൊരു വാശി. കൊച്ചു കുട്ടികളുടെ സ്വഭാവം അല്ലേ? എന്ത് ചെയ്യാം, മാറ്റാൻ പറ്റുമോ? വെറുതെ സംസാരിച്ച സമയം കളയണ്ട. ഇപ്പോഴും ഒരു ചെറിയ ആഗ്രഹം, മീൻ ഒരു നിമിഷമെങ്കിലും എന്റേതാകണമെന്ന്. ഓടാൻ ശ്രമിക്കരുത്. ഓടിയും പിടിച്ചും കളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പിറന്ന് വീണതുപോലെ നാട്ടുകാർ മുഴുവൻ നിന്നെ കാണും. അതല്ല, ഞാൻ പറയുന്ന കേട്ട് ഒരു നിമിഷം ഒന്ന് ഒതുങ്ങിയിരിക്കാമെങ്കിൽ നിനക്ക് സുഖം, എനിക്ക് സുഖം.
മറ്റൊരു പെണ്ണ്. രാത്രിയിൽ മുടി ചെയ്യുന്ന നല്ല ശകുനമല്ല. എല്ലാം കഴിഞ്ഞോ? എങ്ങനെ കഴിയാനാ? പാൽച്ചോറുണ്ടാന്ന് കരുതി തട്ടിപ്പോയി. ഇനി വെറും ചോറെങ്കിലും ഉണ്ണ. എങ്ങനെ? വരൂ, കാണിച്ചു തരാം. എന്താ താമസം? ഈ വെളിച്ചത്തിൽ നിന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ തോന്നുന്നു നിന്റെ മുഴുവൻ സൗന്ദര്യവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് കാണാൻ ഇത്രയും വെളിച്ചം പോരാ. വിനോദിയ ഇരിക്കൂ. എന്താണാവോ വിളിപ്പിച്ചത്? ഒരു നല്ല കാര്യം തന്നെയാണ്. വളച്ചു കെട്ടില്ലാതെ ഉള്ളത് തുറന്നു പറയാം. സ്വാമിയുടെ മകൾ മീനുവിനെ എനിക്ക് വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. തമ്പുരാൻകുട്ടി ക്ഷമിക്കണം, മറ്റൊന്നും തോന്നരുത്. മീനുവിന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു. ഓഹോ, ആരാ ചെറുക്കൻ? നമ്മുടെ തോട്ടത്തിലെ കണക്കപ്പിള്ള, ശങ്കുണ്ണിയുടെ അനന്തരവൻ ശ്യാം. അല്ല, തീരുമാനിച്ചതല്ലേ ഉള്ളൂ, കഴിഞ്ഞില്ലല്ലോ. നമുക്കതൊന്ന് വേണ്ടാന്ന് വയ്ക്കാം. എന്റെ മോളുടെ ഇഷ്ടത്തിന് വിപരീതമായി ഞാൻ ഒന്നും ചെയ്യില്ല. അവൾക്കും ഇഷ്ടമായി. ഇനി വാക്ക് പറയാൻ പറ്റില്ല. ഇത് അവസാനത്തെ വാക്കാണോ? തമ്പുരാൻകുട്ടി, ഗണപതിയൊക്കെ തമ്പ ഒന്നേ ഉള്ളൂ. ഞാൻ പോന്നു. നിൽക്കണോ? ഞാനൊന്ന് എഴുതി തീർത്തേച്ച് വരാം. വേണ്ട. അതെന്താണോ? ഇന്നലെ ഞാൻ തെരുവിളിച്ചുകൊണ്ടാണ്. അത് എന്നും ഉള്ളതല്ലയോ? വല്ലതും കഴിച്ചു എന്ന് 10 പേര് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ കഴിക്കുന്നേ? പിന്നെന്താണോ? ഞാൻ നിർത്തി. കഴിച്ചോ? ഇല്ല, തുടങ്ങാം. പക്ഷെ എന്റെ മോളുടെ കല്യാണം കഴിയുന്നത് വരെ നിർത്തി. സനത് കണ്ടോ? ചുവന്ന കുപ്പിയോളം വേണമെന്ന് അവൾ എന്നും പറയും. എന്നും വാങ്ങും, എന്നും പൊട്ടും. ഇല്ലെങ്കിൽ ഇത് പൊട്ടാതെ കൊണ്ടുവന്ന് കൊടുക്കണം. ഇതങ്ങോട്ട് കൊടുക്കുമ്പോ അവളുടെ ഒരു സന്തോഷം. ശരി, ഞാൻ നിർത്തി. എന്റെ അനന്തരവന്റെ കല്യാണം കഴിയുന്നവരെ, അതായത് നമ്മൾ ഇനിയും ഒരുമിച്ച് തുടങ്ങുന്നു എന്നർത്ഥം. കല്യാണത്തിന്റെ അന്ന് വൈകുന്നേരം നമുക്കൊന്ന് വിലസണം. എന്നിട്ട് വേണം വലിയ 1-2 തെറി നിന്നെ വിളിക്കാൻ. അതിലും വലുത് നിന്നെ ഞാൻ വിളിക്കും. ശരി, സന്തോഷം. കുപ്പിവള ഇട്ട നേരം അക്കുമാരി കിക്കിളിയായി, അക്കുമാരി കൈകളിലായി. കുപ്പിവള ഇട്ട നേരം അക്കുമാരി കിക്കിളിയായി, അക്കുമാരി കൈകളിലായി. കുറെ കരഞ്ഞെന്ന് വെച്ച് മരിച്ചവർ തിരിച്ചു വരുമോ? എല്ലാം ഓരോരുത്തരുടെ വിധിയാണെന്ന് കരുതിയാ മതി. അല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയ? എന്റെ അച്ഛൻ എനിക്കെല്ലാമായിരുന്നു. എനിക്കറിയില്ലേ? ആ ദേ,
ഞാനൊരു കാര്യം കാട്ടിയ നിനക്ക് വേദന ഉണ്ടാവൂ? എന്താ? ഇതെങ്കിലും പൊട്ടാതിരിക്കട്ടെ. ചിപ്പു, ചിപ്പു, നിന്റെ ചേച്ചി മരിച്ചതിൽ പിന്നെ നീ ആകെ മാറിപ്പോയി. നിനക്ക് അമ്മയും കൂടിയായിരുന്നവരെന്ന് എനിക്കറിയാം. അവർ മരിച്ചതിൽ എന്റെ ചേച്ചിയെ കൊന്നതാണ് നിനക്കറിയോ? ചിപ്പു, ഞാനെന്തോ അറിയാതെ പറഞ്ഞു പോയി. നീ ഇതാരോടും പറയരുത്. പറയൂ? ഇല്ല. പറഞ്ഞാൽ എന്റെ അച്ഛനും ഇതാ ഇന്ന് വരെയുള്ള കണക്ക് തീർത്തുള്ള കാശാണിത്. കൂടുതലുണ്ട്. ഇന്നു മുതൽ നീ വണ്ടി ഓടിക്കണ്ട. മാത്രമല്ല നാളെ പുലരും മുമ്പ് ഈ നാട്ടിൽ നീ പൊയ്ക്കൊള്ളണം. തമ്പുരാൻകുട്ടിക്ക് ഇഷ്ടമില്ലാത്തവരാരും ഈ നാട്ടിൽ ജീവിക്കാറില്ല എന്നുകൂടി നീ ഓർത്തു. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ തമ്പുരാൻകുട്ടി. 2 പ്രാവശ്യം ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പോ അമ്മയെ അയാള് ആള് വിട്ട് വിളിച്ചിട്ടുണ്ട്. എന്തിനാണാവോ? ഇന്ന് തന്നെ ഞാൻ ശങ്കുണ്ണി മാമയോട് പറയാം. 1-ാം തീയതി ജോലിക്ക് ചേരാനാ പറഞ്ഞത്. ഇനിയും 7 ദിവസം ഉണ്ടല്ലോ. അതിനിടെ നമ്മുടെ കല്യാണം കഴിഞ്ഞു പോവാം. ഈ മല കയറുന്നാ പിന്നെ തമ്പുരാൻകുട്ടിക്ക് എന്താ ചെയ്യാനാവുക? എന്തോ എനിക്ക് പേടിയാവുന്നു. കുയില് പേടിക്കണ്ട, എല്ലാം ശരിയാവും. എന്റെ ഈശ്വരന്മാരെ, ഞാൻ എന്താ ഈ കാണുന്നത്? എന്റെ കണ്ണ് വഞ്ചി പോകുന്നു. ഇത് മുഴുവനും മീനുവിനുള്ളതാണ്. തമ്പുരാൻകുട്ടി പറയുന്നത് നേരാണോ? തമ്പുരാൻകുട്ടി എന്തിനാ കൗസല്യമ്മയുടെ കള്ളം പറയുന്നത്? ഈ മാല അമ്മയ്ക്കിരിക്കട്ടെ, നന്നായിട്ട് ചേരും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തമ്പുരാൻകുട്ടി നല്ലവനാ, എനിക്കറിയാം. എന്റെ മോക്കെ രാജയോഗം ഉണ്ടെന്നാ അവളെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ മാസം കഴിഞ്ഞാൽ പിന്നെ കർക്കിടകമാണ്. അതിനു മുമ്പ് നമുക്കതങ്ങ് നടത്തണം. എന്റെ പാർവതി പോയ പിന്നെ ഒരു ഐശ്വര്യം ഈ വീട്ടിനില്ല. വീടായാൽ ഒരു പെണ്ണ് വേണ്ടേ കൗസല്യാമ്മേ? തമ്പുരാൻ കുഞ്ഞ് ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. എന്റെ മീനു മോള് പാർവതിയെ പോലെ തന്നെയാണ്. നമുക്ക് നാളെ തന്നെ മുഹൂർത്തം നിശ്ചയിക്കാം. ഈ ഭാഗ്യമുള്ളവളാ മോളെ. ഏതാ മീമാല? എങ്ങനെയുണ്ട്? തമ്പുരാൻകുട്ടി തന്നതാ. അവൻ നിന്നെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു. അമ്മേ എന്താടി? 2ാം കെട്ടാണെങ്കിലും കിഴവനൊന്നും അല്ലയേ. 1 കെട്ടത്തേക്ക് വയസ്സാവാതെ ചിന്ന പയ്യൻ എനിക്ക് വേണ്ടി കല്യാണം. ഒരുക്കം കെട്ടവളെ വേണത്തിനും പറയാതെ ഞാൻ വാക്ക് കൊടുത്തതാക്കും. അച്ഛനും ശങ്കുണ്ണി മാമയ്ക്ക് വാക്ക് കൊടുത്തതല്ലേ? ഇടി, അത് വെറും വാക്ക്. അത് മാത്രമല്ല, വാക്ക് കൊടുത്തോ മരിച്ചും പോയി. ആ ഉണക്ക ചെറുക്കൻ എവിടെ കിടക്കുന്നു? നമ്മുടെ തമ്പുരാൻകുട്ടി എവിടെ കിടക്കുന്നു? നാളേക്ക് നിശ്ചയമാക്കും. ഞാൻ വാക്ക് കൊടുത്തു വന്നിരിക്കാൻ. അമ്മേ, എന്ത് വന്നാലും ഞാൻ സ്വാമിനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല. സത്താലും ശരി. എന്ത് പറഞ്ഞത്? മൂധേരി. ഇനി ആ പേരിവിടെ കേട്ട നിന്നെ ഞാൻ വെട്ടി കൊല്ലും പറഞ്ഞേക്കാം. ഇനിയും പറയും, മരിക്കോളാം ഞാൻ പറയും. നീ പറയല്ലേ? ഒന്നില്ലേ നീ ചാവും, അല്ലെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തും. ജാതകം നല്ല പൊരുത്തമുണ്ട്. പക്ഷേ കർക്കിടകത്തിന് ഇനി 6 ദിവസമുള്ളൂ. അതിനിടയ്ക്ക് നല്ല മുഹൂർത്തങ്ങളൊന്നുമില്ല. അല്ല ജോത്സ്യരെ, അത് ഒന്നുകൂടെ നോക്കിക്കേ. അങ്ങനെ വെച്ചാൽ ചിങ്ങം തുടങ്ങട്ടെ അല്ലേ ജോസിരെ? ആ നോക്കട്ടെ.
ഒരു ദിവസം കൂടെ ഇല്ലാതിരിക്കാൻ വഴിയില്ല. ഉണ്ട്, ദിവസമുണ്ട്. 3 ദിവസം കഴിഞ്ഞ് ഒരു നല്ല മുഹൂർത്തമുണ്ട്. പക്ഷേ വെളുക്കുന്നതിന് ഒരു നാഴിക മുമ്പാണെന്നേ ഉള്ളൂ. അതിനെന്താ, അതിങ്ങോട്ട് കുറിച്ച് എന്നൊക്കെ ചോദിച്ചതേ. എന്ത് പറയുന്നു കൗസല്യമ്മേ? മുഹൂർത്തം നല്ലതാണെങ്കിൽ 7 ദിവസമായ എന്താ? എന്നാ പിന്നെ വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. കൗസല്യമ്മ ഒന്നും അറിയണ്ട. പിന്നെ പണത്തിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്നാൽ മതി. ഞാൻ ഇറങ്ങുന്നു. എന്താണോ തനിക്കിവിടെ കാര്യം? ഗണുവിന്റെ വീടല്ലേ? അതൊക്കെ കഴിഞ്ഞില്ലേ? സ്ത്രീകൾ മാത്രമുള്ള വീടാ. കയറി ഇറങ്ങി നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കരുത്. കൗസല്യമ്മേ, എന്തോ എന്റെ ജോലിക്കാർ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. കുഞ്ഞു പൊയ്ക്കൊള്ളാം, ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ വരട്ടെ. എന്താ കൗസല്യമേ കണ്ടത്? മനസ്സിലായില്ലേ? മീനുന്റെ കല്യാണം നിശ്ചയിച്ചു, തമ്പരാമുട്ടിയായിട്ട്. ആ പിന്തുണനെ പിടിച്ച് ഈ കാലമാറ കൊടുക്കാൻ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? പിന്നെ തെരുവ് പട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി നടക്കുന്ന തന്റെ അനന്തരവനെ എന്റെ മോളെ പിടിച്ചു കൊടുത്തിട്ട് അവളും കൂടെ തെണ്ടുന്നത് ഞാൻ കാണണം, അല്ലേ? ഗണു പറഞ്ഞത് അതല്ലേ? പറഞ്ഞവരൊക്കെ പറഞ്ഞിട്ട് പോയി. ഇനി കാണേണ്ടത് ഞാനാണ്. കൂടുതൽ ഒന്നും പറയണ്ട. ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരണ്ട. കുയിലേ, 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 ശ്യാം, നമുക്ക് എവിടെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെടാം. എന്നെ കൊണ്ടുപോവില്ലേ? പോവാന്ന് പറയുന്നേ. ഇല്ലെങ്കിൽ ഞാൻ എല്ലാം അറിഞ്ഞു മീനു. നമുക്ക് എവിടേക്കെങ്കിലും പോവാം. നാളെ രാത്രി 7 മണിക്ക് നീലിത്താഴ് വരെ ഒരു ട്രെയിനുണ്ട്. വൈകിട്ട് ഇവിടുന്ന് പോയാലേ എത്തുള്ളൂ. ഞാൻ കടവത്ത് കാത്തിരിക്കും. നീ എങ്ങനെയെങ്കിലും ആരും കാണാതെ അവിടെ എത്തണം. വരുവോ? വരും, 100 പ്രാവശ്യം വരും. എവിടെ വേണേലും എന്റെ കൂടെ ശ്യാം ഉണ്ടായാൽ മാത്രം മതി. ശ്യാം, കുയിലേ, ശ്യാം, കുയിലേ, നമുക്ക് വേഗം പോവാം. ഇവളെ കൊണ്ടേ പോകും. അല്ല പട്ടി, ദേവി, കൊല്ലരുത്. ഞാൻ ഒരിടത്തേക്കും ഓടിപ്പോവില്ല. പരിപൂർണ്ണ സമ്മതത്തോടെ ഞാൻ നിങ്ങളെ വിവാഹം ചെയ്തുകൊള്ളാം. എന്റെ ശ്യാമനെ കൊല്ലരുത്. ദേവി, ഇത് കൊല്ലരുത്. ശരി, ഇത് വാക്കാണോ? കുയിലേ, കുയിലേ, ഞാൻ മരിച്ചോളാം. എന്നാലും നീ ദുഷ്ടനെ കല്യാണം കഴിക്കരുത്. എനിക്ക് ശ്യാമാരുമല്ല. ഈ നിൽക്കുന്ന മനുഷ്യൻ എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളാണ്. അയാൾ പറയുന്നത് ഞാൻ കേൾക്കും. ശ്യാമെന്നെ മറക്കണം. കുയിലേ, ഈ നാട്ടിൽ നിന്ന് പോകണം. കുയിലേ, 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 ദയവ് ചെയ്ത് ഇനി എന്നെ ഉപദ്രവിക്കരുത്. കുയിലേ, 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 കുയിലേ.
മുല്ലവള്ളിക്കുടലിൽ പുള്ളിക്കുയിൽ പറന്നു കരളിൽ പുഞ്ചിരി തൂകി ഒരു ഗാനമായി അഴകായി ഒഴുകി ഒരു സ്വരരാഗം ഇനിയും മാടിയിൽ ഒരു കുളിർ ചൊരിയാൻ മാമി മുല്ലവള്ളിക്കുടലിൽ പുള്ളിക്കുയിൽ പറന്നു കരളിൽ പുഞ്ചിരി തൂകി ഒരു ഗാനമായി കുയിലേ 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 എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ വയ്യ കുയിലേ. ഇല്ല ശ്യാം, നമുക്കത് വിധിച്ചിട്ടില്ല. ഇവിടുന്ന് വേഗം പോകും. അവരെ കണ്ടാൽ കൊന്നുകളയും. ഇല്ല ഇല്ല, ഞാൻ പോവില്ല. അവരെന്നെ കൊന്നോട്ടെ, എന്റെ കുയിലിനെ കൊണ്ടേ ഞാൻ പോവും. ഞാൻ പോവില്ല. ഞാൻ കാല് പിടിക്കാം, ദയവ് ചെയ്ത് പോകും. കുയിലേ 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 കുയിലേ. ചിദംബരം ഈ രൂപയോടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. വളരെ നന്ദി. കുയിലേ. അയ്യോ, കള്ളൻ, കള്ളൻ, കള്ളൻ. ഞാൻ ഈ രാത്രി മുഴുവൻ ഇവിടെ ഇരിക്കും. കഴിഞ്ഞതെല്ലാം ഓർത്ത് വെളുക്കോളം കരയും. നേരം വെളുക്കുമ്പോ ഈ എന്റെ കുയിൽ മറ്റൊരു കൂട്ടിലേക്ക് പറന്നു പോവും. പിന്നെ പിന്നെ താലികെട്ടിന്റെ കുരവ അകലെ കേൾക്കുമ്പോ ഞാനിവിടെ മരിച്ചു കിടക്കും. എന്നെ ഓർത്ത് കരയാൻ ശങ്കുണിമാവ് മാത്രം ഉണ്ടാവും. നീയും കരയുമായിരിക്കും, ഇല്ല ചിപ്പു? ഉദിക്കുന്നത് വരെ നീ എനിക്ക് സമയം തരും. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മീനു നിന്റേതാവും. നിങ്ങളുടെ വിവാഹത്തിന്റെ മണിനാഥം ഇവിടെ കേൾക്കണം. ഒരു പക്ഷേ എനിക്ക് മരിക്കേണ്ടി വന്നാൽ. താലി എടുത്തു കൊടുക്കണം. ആദ്യം അറിയുന്നവർ ആരായാലും ചാവാൻ തയ്യാറായിക്കോണം. വരൂ, എനിക്ക് ശ്യാമ അമ്പലത്തിൽ വേഗം എത്തിരി ഞാൻ ആഗ്രഹിക്കുന്നു.
മീനു വെക്കൂ, വെക്കൂ മീനു.